എനിക്ക് എന്റെ പ്രാർത്ഥനയോട് ഏറ്റെടുക്കണമെന്നുള്ളതാണ്. और मेरा एक आपसे विनती है कि जो भी हम कह रहे हैं आप प्रार्थना पूर्वक उसको आपके जीवन में स्वीकार करें। ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കത് വായിച്ചു തുടങ്ങാം. എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. आज के मनन के लिए हम वचन को पढ़कर शुरुआत करेंगे। एस्तर की पुस्तक उसके 4वां अध्याय उसके 14वें आयत। അത് ഞാനത് മലയാളത്തിൽ ഞാൻ വായിക്കാം, ഹിന്ദിയിൽ പാസ്റ്റർ വായിച്ചാട്ടത്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയുണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം? एस्तर की पुस्तक 4वां अध्याय उसके 14 वचन, क्योंकि जो तू इस समय चुपचाप रहे तो और किसी ना किसी उपाय से यहूदियों का छुटकारा और उद्धार हो जाएगा, परंतु तू अपने पिता से के घराने समेत नष्ट होगी। क्या जाने तुझे ऐसे ही कठिन समय के लिए राजपद मिल गया हो। ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്ന വാക്യമാണ്. और आज हम जो मनन करने वाला विषय है, क्या जाने तुझे ऐसे ही कठिन समय के लिए राजपद मिल गया हो। ഈ വാക്യം മൊർദെഖായി പറയുമ്പോൾ അതിന്റെ പിന്നിലെ വലിയൊരു സബോട്ടേജ്, ഒരു വലിയ അട്ടിമറിയോടെയുള്ള പ്രവർത്തന പദ്ധതിയെ നമ്മൾ ഓർക്കണം. और ऐसे पद को जब मोर्दकाई जब एस्तर से कह रहा था तो याद रखना है कि इनके पीछे एक बड़ा षड्यंत्र वहां के लोगों के जीवन में रचने की एक मौका को वो ढूंढ कर बैठे थे, और उस समय में मोर्दकाई इन बातों को एस्तर से बताता है। ഈ എസ്തർ ഈ സ്ഥാനത്തേക്ക് വരുവാൻ ദൈവം എത്രയോ, യഹോവയായ ദൈവം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത് എന്തെല്ലാം ചേഞ്ചസ് വരുത്തിയാണ് ഈ എസ്തർ ഈ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നമുക്ക് അറിയാമല്ലോ. और एस्तर इस प्रकार राजपद में आने के लिए किस प्रकार कितने सालों से पहले परमेश्वर ने उनमें फेरबदल लाकर उनके नियमों में, उनके सारी विषयों में बदलाहट को कर कर वो इस पदवी को उसको दिया है। വസ്തി രാജ്ഞിയെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് മാറ്റി. वष्टि रानी जो थी उसको उसके पद से हटाया गया, അതിനൊരു പ്രത്യേക കാരണം ഉണ്ടാക്കിയെടുത്തു. और उसी के लिए एक विशेष एक कारण ढूंढ कर निकाला गया था। ഈ എസ്തേറിന്റെ സ്ഥാനത്ത് എസ്തേറിനേക്കാൾ കുലവും അവരുടെ ജാതിയും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള അനേക കന്യകമാര് ശയസ്ഗസിന്റെ അന്തഃപുരത്തിലേക്ക് പോകേണ്ടി വന്നു. और इस रस्ते एस्तर के समय और भी बहुत सारे जो युवतियां थी, वे लोग अच्छे कुल के, अच्छे घराने से आने वाले, उनके राजा के उन 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 महल के अंदर जाना पड़ा। മാതാവില്ലാത്ത, പിതാവില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത ഒരു പെൺകുട്ടിയെ പ്രൈസ് ദി ലോർഡ് ഈ സ്ഥാനത്തേക്ക് ദൈവം അവരോധിക്കുവാൻ എന്തെല്ലാം പ്ലാനുകളും പദ്ധതികളും ആ ദൈവം ഒരുക്കിയത്. माता पिता ना रहने वाले ऐसे एक युवती को इस प्रकार के राजपद या रानी के पद को दिलाने के लिए परमेश्वर ने क्या कुछ योजनाओं को उसके लिए बनाया हुआ था। നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്വാഭാവികമായിട്ട് സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണോ ഇവിടെ നടന്നത്? आप थोड़ा कल्पना कर कर देखना है कि स्वाभाविक रीति से जो होना चाहिए था वैसा एक घटना यहाँ पर हुआ है या नहीं। പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. എന്നെയും നിങ്ങളെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള അനേകരെ ശയസ്ഗസിന്റെ അന്തഃപുരത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് എന്നെയും നിങ്ങളെയും പറക്കിയെടുത്തെന്നുള്ള കാര്യം മറന്നു കളയരുത്. और मुझे सुनने वाले मेरे प्रिय लोगों, आप ये बात को भूलना नहीं है कि मेरे से भी श्रेष्ठ, हम और आप से भी श्रेष्ठ और योग्यता रखने वाले लोगों को राजा के ऐसे विशेष घराने में भेजकर हम और आपको प्रभु के कार्य के लिए परमेश्वर ने चुना है।
നാം അതിരാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിച്ചു പോകരുത് ഇത് മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്യുകയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ജോയിൻ ചെയ്തില്ല എന്ന് ചോദിക്കുമെന്നുള്ളത് കൊണ്ട് ജോയിൻ ചെയ്യാണെന്ന് ചിന്തിക്കാതെ ഈ ദൗത്യം ദൈവം എന്റെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. और सवेरे के समय, भोर के समय उठकर प्रार्थना करने के समय में ये मत सोचना कि मैं किसी और के लिए प्रार्थना कर रहा हूं, या फिर मैं सुबह नहीं जुड़े तो कौन मुझे क्या कुछ बोलेगा, ये सब सोचकर नहीं, परंतु ये हमारी जिम्मेदारी है कि परमेश्वर ने हमारे ऊपर एक जिम्मेदारी को सौंपा है प्रार्थना करने का, और उस उत्तरदायित्व को समझकर प्रार्थना करने के लिए मैं आपको याद दिला रहा हूं. നിങ്ങളെക്കാൾ യോഗ്യത ഇല്ലാത്തവരെ ഒന്നും ചുറ്റുപാട് ഇല്ലാത്തത് കൊണ്ടല്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തുന്ന കാര്യം നിങ്ങൾ ഓർക്കണം. और हमसे भी ज्यादा योग्यता ना रखने वाले लोग या ना पाए हुए लोग ऐसे समाज में ना होने से ही हमें प्रभु बुलाया है, ऐसे हमें सोचना नहीं है. അപ്പനും അമ്മയും നമ്മെ മറന്നു കളഞ്ഞപ്പോൾ, സഹോദരങ്ങൾ നമ്മെ വിട്ടുകളഞ്ഞപ്പോൾ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ അംഗീകരിക്കാതിരുന്നപ്പോൾ, ദൈവം നിത്യതയിൽ തന്നെ പ്ലാൻ ചെയ്തു ഈ കാലത്തിനായി ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്യണമെന്ന്. और माता पिता जब हमें छोड़ दिया, जब हमारे सगे संबंधियों ने जब हमें त्याग दिया, वो परमेश्वर ने हमारे लिए अनंतता में ये बात के लिए निर्णय कर लिया था कि हम और आपके जीवन से प्रभु क्या कुछ करना चाहता है. ഈ കാലത്തിനൊരു വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയെ ദൈവത്തിന് വേണമെന്ന് ദൈവം കാലങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയിട്ട് അവന്റെ നിത്യതയിലുള്ള പ്ലാനിലൂടെ എസ്തേറിനെ രാജ്ഞിപദത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ദൈവം. और इस समय में एक छुटकारा दिलाने के लिए अनंतता की योजना को रखने वाला वो परमेश्वर एस्तेर को उस पदवी में लाकर उस समय के यहूदियों को छुटकारा करवाने के लिए उसको ऐसा एक योजना उसके लिए बनाया था. എസ്തേർ രാജ്ഞിയായി തീരുമ്പോൾ, അല്ലെങ്കിൽ വസ്തി ഉപേക്ഷിക്കപ്പെടുമ്പോൾ, പുതിയൊരു രാജ്ഞിയെ അന്വേഷിക്കുമ്പോൾ ആർക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ യഹൂദ ജാതിക്ക് ഉണ്ടാകാൻ പോകുന്നുവെന്ന്. और एस्तर रानी होने के कारण या वस्ती रानी जो है उसकी पदवी छोड़कर उसको बाहर निकालने के समय में कोई भी ये बात को नहीं जानता था कि यहूदियों के खिलाफ ऐसे एक बड़ी षड्यंत्र घात करने का ऐसा एक जो धोखा है उनके प्रति रचा जाएगा. ഓ, ഞാനും നിങ്ങൾ ഒറ്റപ്പെട്ടവരായി ഭവനങ്ങളിൽ നിന്ന് കർത്താവ് പറക്കിയെടുക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും അറിഞ്ഞുകൂടായിരുന്നു നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് ആർക്കും അറിവുണ്ടായിരുന്നില്ല. हम और आप अकेले परमेश्वर ने हमारे घराने से जब हमको अलग कर प्रभु की उपस्थिति में प्रार्थना में जब हमको रखा है, हम ये बात को नहीं जानते हैं कि आगे हम क्या कुछ हमारे जीवन में हम सामना करने वाला है. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? നിങ്ങൾ എത്ര പേര് ദൈവത്തെ മഹത്വപ്പെടുത്തും? ദൈവത്തിന്റെ നിത്യമായ പ്ലാനിൽ അവൻ എന്നെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരു ദൈവവേദനായി തീർന്നത്, ഒരു വിശ്വാസിയായി തീർന്നത്, ഒരു സുവിശേഷകനായി തീർന്നത്. ഞാൻ അതിനുവേണ്ടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കേണ്ടവനാണെന്നുള്ള വിശ്വാസം എത്ര പേർക്കുണ്ട്? അവർ കാരണം ദൈവത്തിന് മഹത്വം കൊടുത്താണ്. आप में से कितने लोग ये बात को विश्वास करेंगे और प्रभु को अपनी महिमा को देंगे कि ऐसे एक समय में परमेश्वर ने मुझे प्रार्थना करने के लिए, प्रभु के लिए कार्य करने के लिए मुझे चुना है, एक सेवक सेविका के रूप में प्रभु ने मुझे अलग किया है ताकि मैं प्रभु के कार्यों को मेरे जीवन से मैं कर सकूं. ऐसे विश्वास करने वाले लोग अपने हाथों को उठाकर प्रभु को धन्यवाद करें. ഇവിടെ ഇത് അധികാരത്തിന്റെ അഹങ്കാരത്താൽ അഹശ്വേരോശ് രാജാവ് തനിയും തന്റെ ആ മഹത്വം എങ്ങനെ കാണിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് അതിന്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവന്റെ എല്ലാ പ്രൗഢിയോടും കൂടെ അഹങ്കാരത്താൽ ഒരു വിരുന്നൊരുക്കുക. और यहाँ पर हम देखते हैं शरीयक्ष राजा जो हैं वो सारी अहंकार और सारे घमंड को दिखाते हुए उसने जहां जहां वो अपना राज्य करता था उन सारे लोगों को अपने क्षेत्र में बुलाकर एक बड़ी सी भोज को वो तैयार करता है. ഈ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കോ 10-25 സ്റ്റേറ്റുള്ള ഒരു പ്രധാനമന്ത്രിക്കോ
അഹങ്കാരം ഉണ്ടാകാമെങ്കിൽ 127 സംസ്ഥാനം ഭരിക്കുന്ന ഒരു മഹാരാജാവിന്റെ അഹങ്കാരം ആലോചിച്ച് നോക്കി. एक राज्य को अगवा करने वाला एक मुख्यमंत्री को या 20-25 राज्यों को अगुवाई करने वाले प्रधानमंत्री यदि अहंकार कर सकता है, तो आप थोड़ा सोच के देखिए 127 प्रांतों में राज्य करने वाला राजा क्यों ना अहंकार और घमंड को अपना दिखाए. രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയോ പ്രൈസലോ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുവാനോ പ്രൈസലോട് അവന്റെ അധികാരത്തെ ഉപയോഗപ്പെടുത്താതെ പ്രൈസലോ മൈനോറിറ്റിയായിട്ട് ചിതറിക്കിടക്കുന്ന ഒരു ജനത്തിന്റെ മേൽ അവന്റെ അധികാരം മുഷ്ക് ഉപയോഗിക്കുന്ന കാണാൻ സാധിക്കുന്നത്. और यहाँ हम क्या देखते हैं कि उस प्रांतों की बढ़ोतरी के लिए या उनकी उन्नति के लिए अपने अधिकार को उपयोग करते हुए कुछ कार्यों को ना करते हुए अल्पसंख्यकों के जीवन को धोखा के रूप में उनको मार देने के लिए कैसे राजा अपने अधिकार को उपयोग कर रहा है. ചരിത്രം അറിയാവുന്നവർക്കറിയാം എവിടെയൊക്കെ ദൈവജനത്തിനെതിരായിട്ട് ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരുടെ വീഴ്ചയുടെ ആരംഭമായിരുന്നു എന്ന്. और इतिहास ये बात का गवाह रखता है कि परमेश्वर के लोगों के खिलाफ में जहां भी लोगों ने अपने कार्यों को करने के लिए शुरुआत किया है वहां उनका अंत तय हुआ है. എപ്പോഴൊക്കെ രാജാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും അഹങ്കാരമുണ്ടായിട്ട് ദൈവജനത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതെല്ലാം ആ രാഷ്ട്രത്തിന്റെ തന്നെ വീഴ്ചയുടെ ആരംഭമായി കണക്കാക്കാം ചരിത്രം പഠിച്ചാൽ. जब कभी भी राजाओं के शासन करने वाले लोगों ने प्रभु के लोगों को पीड़ा देने के लिए सताने के लिए शुरुआत किया है, तभी हमें इतिहास ये बात का गवाह रहता है कि उनके जीवन या उनके शासन काल का अंत का गिनती शुरू हुई है. ആദിയിൽ തന്നെ അവസാനവും അവസാനത്തിൽ തന്നെ ആദ്യം അറിയാവുന്നവനായ കർത്താവ് യഹോവയായ ദൈവം അതിന് നേരത്തെ പ്ലാൻ ചെയ്ത് തന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യുവാൻ. और शुरुआत में ही अंत को जानने वाला और अंत के समय ही उनकी अगली शुरुआत को जानने वाला परमेश्वर अपने लोगों को किस प्रकार सुरक्षा देना है वो प्रभु जानता है. അഹശ്വേരോശ് രാജാവിന് അറിയത്തില്ലായിരുന്നു എന്തെല്ലാം പരാജയങ്ങൾ താൻ അഭിമുഖീകരിക്കാൻ പോകുന്നതെന്ന്. शरेक्ष राजा ये बात को नहीं जानता था कि क्या क्या पराजयों को अपने जीवन में सामना करने वाला है. എന്നാൽ യഹോവയായ ദൈവം നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. परंतु यहोवा परमेश्वर इस विषय में पहले ही योजना कर रखे हुए हैं. അങ്ങനെയെങ്കിൽ തല ഉയർത്തി നമുക്ക് പറയുവാൻ സാധിക്കുമോ നിത്യതയിൽ തന്നെ ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു പറയാൻ പറ്റും? और ऐसा है तो क्या हम ये बात को अपने जीवन में कह पाएंगे कि अनंतता के लिए परमेश्वर की योजना में प्रभु ने मुझको और आपको बनाया हुआ है, ऐसे हम कह पाते हैं क्या? എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? പ്രൈസലോ ഞാനൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രൈസലോട് ഈ ശുശ്രൂഷയിലേക്ക് വന്നതല്ല, ദൈവം ഈ കാലഘട്ടത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നതാണെന്ന് പറയാൻ സാധിക്കുന്ന എത്ര പേരുണ്ട്? അവർ കരം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും. और कितने लोग ये बात को बड़े धीरज के साथ और अच्छे होश के साथ ये बात को कह पाते हैं कि मैं अचानक से यहाँ आया नहीं हूं, परंतु परमेश्वर की योजना में प्रभु ने उस अनंतता के कार्यों को पूरा करने के लिए मुझे नियुक्त किया है. और जितने लोग विश्वास करते हैं वे अपने हाथों को उठाकर प्रभु को धन्यवाद करेंगे. ദുഷ്ട ലാക്കോടുകൂടെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ക്രൂരതയെ നോക്കുവാൻ ഇടയാകാതെ വണ്ണം അതിൽ നിന്നും രക്ഷിക്കുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന കർത്താവിനെ നമുക്ക് ഇന്ന് പകൽക്കാലം നോക്കാം. दुष्टता को अपने नजर में रखते हुए ऐसे शासन करने वाले लोगों की ओर देखने के लिए नहीं, परंतु उसमें से हमको बचाने वाला उस परमेश्वर की ओर देखकर वो प्रभु को हम धन्यवाद और प्रार्थना स्तुति करेंगे. യഹൂദന്മാരെ കുറിച്ച് അന്ന് ഇന്നും നാം പഠിച്ചാൽ അതുപോലെ ബുദ്ധിയും ജ്ഞാനവും സാമർഥ്യവും കൈക്കരുത്തും സമ്പത്തും വെപ്പണമുള്ള വേറൊരു ജാതിയില്ല.
और यहूदियों के बारे में तभी और आज भी हम पढ़े जाए तो उनके जैसा सामर्थी, उनके जैसे हाथों की कुशलता को रखने वाले, उनके जैसे बुद्धिमान और उनके जैसे हथियारों को रखने वाले ऐसे कोई देश को हम दुनिया में नहीं देखते हैं। അവർ രണ്ടും കൽപ്പിച്ചൊരുങ്ങി ഇറങ്ങിയാൽ അവരെ മറുതലിച്ച് തടസ്സം ചെയ്ത് നിൽക്കുവാൻ ഒരു ശക്തിയും ഇന്ന് ഭൂമിയിൽ എഴുന്നേറ്റിട്ടില്ല. और उन्होंने यदि मान लो ठान लेकर निकल गया, लोगों के लिए विरोध के लिए खड़े हो गए हैं, तो उनको रोकने वाला और उनके खिलाफ जाने वाला कोई भी सामर्थ्य इस दुनिया में नहीं है। അതേ കൃപ പ്രാപിച്ച അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം അബ്രഹാമിന് കൊടുത്ത സകല അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങളും യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനിലൂടെ ക്രിസ്ത്യാനികളായിരിക്കും നമുക്ക് തന്നിട്ടുണ്ട്. और ऐसे ही अनुग्रह पाए हुए अब्राहम, इसहाक और याकूब के वंश को आमीन लेकर चलने वाले मसीह लोग, हम लोगों को भी परमेश्वर ने ऐसी वायदाओं को हमारे लिए भी दिया हुआ है। എന്നാൽ ഈ സംഭവത്തെ എങ്ങനെയാണ് അവര് അഭിമുഖീകരിച്ചത് നമുക്ക് നോക്കാം. परंतु ऐसे जब यहूदियों के खिलाफ जब ऐसी एक आमीन घटना हुई तो उन्होंने उस घटना को कैसे सामना किया हम थोड़ा देखेंगे। നിസ്സാരമെന്ന് ചിന്തിച്ച് ശക്തമാനായ അഹങ്കാരിയായ ഹാമാനും പ്രൈസലോട് രാജാവും നിസ്സാരമെന്ന് വിചാരിച്ച് സ്കാട്ടേഡാടി ചിതറിക്കിടക്കുന്ന ജനത്തിനെതിരായിട്ട് നിയമം ഉണ്ടാക്കുക. और आमीन जो हामान है वे यहूदियों को बड़े हल्के में समझकर, आमीन मामूली सा लोग हैं ऐसा सोचकर उनको कैसे भी कर तितर बितर करने के लिए, उनको खत्म करने के लिए एक योजना को बनाता है, एक नियम को लाने की कोशिश करता है। ദൈവമക്കളായ എനിക്ക് നിങ്ങൾക്ക് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ, എതിരായിട്ട് നിയമം ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം നാം ചിന്തിക്കണം, നമ്മുടെ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതാൻ തീരുമാനിച്ചുവെന്ന്. और परमेश्वर के बच्चे हम लोगों के खिलाफ में जब नियमों को लिखते जा रहे हैं और हमारे खिलाफ में लोग खड़े होने के लिए तैयार होते हैं, तो याद रखना है कि परमेश्वर के लोगों के लिए परमेश्वर अपना कार्य को शुरू करता है। ഇവിടെ ഇതാ എസ്തേർ, മൊർദെഖായി ദൈവജനം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തീരുമാനിച്ചു. यहाँ पर हमें ध्यान देना है, एस्तर, मर्दकाई और परमेश्वर के लोग जो यहूदी लोग थे वो प्रभु से प्रार्थना और उपवास करने का निर्णय को वो लेता है। ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒരു രാഷ്ട്രത്തിന്റെ ചരിത്രത്തെ തിരുത്തി എഴുതുവാൻ സാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നാം ദൈവസന്നിധിയിൽ കരയുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതാൻ തീരുമാനിച്ചിരിക്കുക. उपवास और प्रार्थना के द्वारा एक राष्ट्र का चरित्र को, इतिहास को यदि परमेश्वर ने बदल दिया है, तो हमारे देश में भी ये बात को विश्वास करना है कि उपवास और प्रार्थना के द्वारा हमारे देश के हर एक चरित्र को यीशु मसीह बदलने पाए। നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികമല്ലല്ലോ, और हमारी हथियारे जो हैं, लड़ाई की हथियारे जो हैं वो शारीरिक नहीं है, സൈന്യത്താലും ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിൽ അത്രേ പ്രവർത്തിക്കുന്നത്. ना तो बल से ना तो सामर्थ्य से, परंतु परमेश्वर की आत्मा के द्वारा प्रभु कार्य करता है। ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഇതാ യഹൂദജാതിയുടെ ചരിത്രം മാറ്റി എഴുതുന്നതാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. उपवास और प्रार्थना के कारण से कैसे यहूदियों का चरित्र को या यहूदियों का इतिहास को परमेश्वर बदलता है, उसके बारे में यहाँ इन वचनों में हम पढ़ते हैं। ശത്രുവിന്റെ പട്ടാളത്തിന്റെ ബൂട്ടിൽ ഞെരിഞ്ഞ് അമർന്ന് നശിക്കേണ്ടവർ ഇതാ ഉയർത്തെഴുന്നേറ്റ് രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നവരായി തീരുന്നു. और शत्रु के या आमीन जो दुश्मन के जो सेना है उनके पैरों तले रौंद कर मरने के लिए तय किए हुए लोग, देखिए अब अगला राष्ट्र को कैसे वो लोग नियंत्रण कर ले जा रहे हैं। 6-ാം അധ്യായം, എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം പറയുന്നത്, ആ രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. और इसलिए एस्तर की पुस्तक 6 अध्याय उसके पहले आयत को हम पढ़ते हैं तो वहां लिखा है कि उस रात राजा को नींद नहीं आई। എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം സംഭവങ്ങളാണ് ആ രാത്രിയിൽ നടക്കുന്നത്.
और वहां पर क्या कुछ घटनाएं होती हैं, उस रात के समय क्या कुछ हो रहा है वहां पर बताया गया है। മോർദെഖായി പ്രൈസ് ലോർഡ് കഴുകുമരത്തിന്റെ അളവിന്റെ നീളം കൂട്ടിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ് ആ രാത്രി. സോറി, और മോർദെഖായിക്ക് हामा हामान मुर्दकाई के लिए उस फांसी के फंदे के उस ऊंचाई को बढ़ाने वाला उन रात का समय रहा। പ്രൈസ് ലോർഡ് അവരെല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. സ്കാറ്റേഡ് ആയി കിടക്കുന്ന ഈ ബലഹീന ദുർബല ജനത്തെ പ്രൈസ് ലോർഡ് നശിപ്പിക്കുവാൻ വേണ്ടി. और वे लोग सब आनंदित होकर बैठे हुए हैं कि आज्ञा निकाला गया है, तितर बितर हुए यहूदियों को किस प्रकार हमेशा के लिए नष्ट कर देना है। അവരുടെ സമ്പത്ത് എടുക്കുവാൻ, അവരുടെ പുരുഷന്മാരെ കൊന്നൊടുക്കുവാൻ, അവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യുവാൻ, കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുവാൻ അവർ റെഡി ആയിട്ടിരിക്കുന്ന സമയമാണ്. और यहूदियों का सारी संपत्ति को वे अपना कर ले, उनके पुरुषों को मार ले, उनके स्त्रियों के साथ गलत व्यवहार करे, उनके बच्चों के साथ गलत कार्यों को करे। इन सारे योजनाओं को उन्होंने पहले से ही तय किया हुआ है അതിന് ഭരണകർത്താക്കളുടെ അപ്രൂവൽ ഉണ്ട്. और उसी के लिए जो शासन करने वाले राजा है उसकी सहमति उनको मिला है। അങ്ങനെ അപ്രൂവലുമായി പോയ ശൗലിനോട് കർത്താവ് പറയാ, നീ മുള്ളിന് എതിരെയാണ് ഉதைക്കുന്നത്. और ऐसे सहमति लेकर गए हुए शाऊल से परमेश्वर कह रहा है कि तू कांटे के सामने टकराने वाला है। ആ യേശുവിന് അന്നും ഇന്നും വ്യതിചലനം ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നും ആ യേശുവിന് പ്രൈസുള്ള ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ ശ്രമിക്കുന്നവരോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, നീ മുള്ളിനെതിരെയാണ് ഉதைക്കുന്നത്. और वो यीशु मसीह में आज भी कोई बदलावट नहीं हुआ है। वो यीशु मसीह आज भी मसीहों के विरोध में काम करने वाले लोगों से एक ही एक बात कहते हैं कि मसीहों के विरोध में कार्य करना उनके लिए अच्छा नहीं होगा। ആ രാത്രിയിൽ യഹൂദജാതി പ്രാണന് വേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രാത്രിയായിരുന്നു ആ രാത്രി. वो रात में यहूदियों का समाज जो है वे अपने लिए अपने जान बचाने के लिए उपवास और प्रार्थना करने वाले रात माना जाता है। ആ രാത്രി മോർദെഖായി രട്ടിലും വെണ്ണീറിലും കിടന്ന് ഉരുണ്ട് പ്രാർത്ഥിക്കുന്ന രാത്രിയായിരുന്നു. और रात में मुर्दकाई जो था वो अपने ऊपर राख को डालकर वो आमीन टाट ओढ़कर प्रार्थना करने वाला एक रात था। പ്രൈസ് ലോർഡ്. ആ രാത്രിയിലാണ് രാജാവിന് ദൈവം ഉറക്കം കൊടുക്കാതിരുന്നത്. और वही रात को हम देखते हैं कि राजा की नींद चली गई और राजा सो नहीं पा रहे थे। ഈ രാത്രി ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം കൊണ്ട് വന്നതല്ല ദൈവമക്കളെ. और ये रात एकदम से अचानक से आया हुआ एक रात नहीं है। ഇന്ന് നമ്മുടെ ഭാരതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ചിന്തയിൽ പെട്ടെന്നുണ്ടായതല്ല, കാലങ്ങൾക്കും നാളുകൾക്കും മുമ്പേ പ്രവചനമുണ്ടായിരുന്നു സംഭവിക്കുമെന്ന്. और आज हमारे भारत में भी ये सब कुछ जो हो रहा है वे एकदम से अचानक से आई हुई बात नहीं है, परंतु सालों से पहले परमेश्वर की भविष्यवाणी रही है कि क्या कुछ हमारे देश में होने वाला है। നമുക്കറിയാം മിസ്രൈമിൽ ഒരു രാത്രി പ്രൈസലോ ഫറവോന്റെ കൊട്ടാരം മുതൽ കുണ്ടറയിൽ കിടക്കുന്നവന്റെ വരെ ആദ്യജാതന്മാർ മരിച്ച് നിലവിളിയുടെ രാത്രിയായിരുന്നു. അതേസമയം എബ്രായരുടെ പാളയത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമായിരുന്നു. हम जानते हैं कि मिस्रियों के देश में वो रात का समय जो था वो उनके लिए एक भयानक समय था। उनके आमीन सारे संपत्तियों को, उनके पहलौठों को नष्ट करने का एक समय था, परंतु आमीन हिब्रियों का जो तंबू है वहां पर आनंद और उल्लास का समय रहा है। നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതാണെന്ന്? और क्या आप ये बात को कल्पना कर रहे हैं कि यह एक दिन में हुआ घटना है? 400 പരം വർഷം തലമുറയായിട്ട് ഒരു വിടുതലിനായി കരയുകയും നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ അനന്തര ഫലമായി ഉണ്ടായ രാത്രിയാണ് പ്രൈസ് ലോർഡ് ആ മിസ്രൈമിലെ രാത്രി. 400 से भी अधिक साल छुटकारा के लिए लगातार प्रार्थना करने वाले लोगों का जीवन से आमीन होने वाला एक अनुभव है वो रात का समय जहां पर उन्होंने अपने जीवन में एक छुटकारे को देखा है।
ചെങ്കടലിലേക്ക് നിങ്ങൾ ഒരു രാത്രി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ഒരു രാത്രി കൊണ്ട് ഇസ്രായേൽ ജനം അവിടെ നിന്ന് രക്ഷപ്പെടുകയും മിസ്രൈമിൽ അത് തന്നെ പട്ടുപോവുകയും ചെയ്യുന്നത് കാണുന്നു. और मिस्र से निकले हुए लोग हम देखते हैं लाल समुद्र में वो रात के समय ही इजरायली लोग उसमें से पार कर देते हैं, परंतु मिस्र की सारी सेना उस पानी में डूब कर मर जाता है। നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതൊരു ദിവസം കൊണ്ട് അറിയാതെ സംഭവിച്ചു പോയതാണ്? ചിന്തിക്കുന്നുണ്ടോ? അല്ല, ദൈവത്തിന്റെ നിത്യമായ പ്ലാനിൽപ്പെട്ടതായിരുന്നു ഇതൊക്കെയും. क्या आप ये बात को सोचते हैं कि ये एक रात में अचानक से हुई घटना है? परंतु मैं ये विश्वास करता हूं कि परमेश्वर की योजना में प्रभु ने ये बातों को तय किया हुआ था। പത്രോസിനോട് നിങ്ങൾ ചോദിച്ചു നോക്കിക്കേ, അനേക രാത്രികളിൽ വന്ന ഇഷ്ടം പോലെ മീൻ പിടിച്ചുകൊണ്ടുപോയ, പക്ഷെ ഒരു രാത്രിയില് അവൻ എത്ര പ്രാവശ്യം വലയിട്ടിട്ടും പരിശ്രമിച്ചിട്ടും അധ്വാനിച്ചിട്ടും ബുദ്ധി ഉപയോഗിച്ചിട്ടും എന്തു ചെയ്തിട്ടും ഒരനുഗ്രഹം പോലും കിട്ടാതിരുന്ന രാത്രി ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ട രാത്രിയായിരുന്നു. और पतरस से आप पूछ के देखिए कितने रात उन्होंने मछलियों को पकड़ा हुआ रात उनके जीवन से बीता होगा, परंतु आमीन उस रात जिस दिन पतरस की नाव में जो शून्यता थी, वो रात परमेश्वर के द्वारा तय किया हुआ एक समय था कि उसके जीवन में प्रभु का कार्य कैसे प्रकट करे। എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരാജയം നിങ്ങൾ അഭിമുഖീകരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? और मुझे सुनने वाले आप लोगों के किसी के भी जीवन में ऐसी एक पराजय को आप अपने जीवन में सामना कर रहे हैं, ऐसे सोच रहे हैं क्या? അങ്ങനെയെങ്കിൽ നെഹമ്യാ പറയുന്നവരെ നമുക്ക് പറയാം, നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി തീർക്കും. और ऐसा है तो जिस प्रकार नेहमिया हमें कहता है, ऐसे हम भी कहेंगे कि हमारा परमेश्वर हमारे ऊपर के श्राप को अनुग्रह में बदलने वाला है। ശൂന്യതയിൽ നിന്നും ജീവൻ ഉണ്ടാക്കുവാൻ കഴിവുള്ള ദൈവം, और शून्यता में से जीवन को बदलने वाला, जीवन के रूप में बदलने वाला परमेश्वर, ശൂന്യതയിൽ നിന്നും ഇന്ന് കാണുന്ന ഫ്രൂട്ട്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഈ വേൾഡിനെ സൃഷ്ടിച്ചവനായ ദൈവം, और शून्यता में से आज हम देखने वाले फलवंत और सुंदर सृष्टि को किया हुआ परमेश्वर, പച്ച വെള്ളത്തിൽ നിന്നും രുചിയേറിയ വീഞ്ഞുണ്ടാക്കിയ കർത്താവ്, और पानी से मीठी दाकरस को या दाक मधु को बदलने वाला परमेश्वर, അന്ധകാരത്തെ പ്രകാശത്തിലേക്ക് നയിച്ച ദൈവം, अंधकार में से ज्योति को उत्पन्न किया हुआ और ले चला हुआ परमेश्वर, ആ ശാപത്തെ അനുഗ്രഹമാക്കി തീർത്ത കർത്താവ്, और वो श्राप के अनुभवों को आशीष में बदलने वाला वो प्रभु, പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക് നയിക്കുന്ന കർത്താവ്, और हमें पराजय में से विजय की ओर ले चलने वाला वो प्रभु, മരണത്തിൽ നിന്നും ജീവനിലേക്ക് നയിക്കുന്ന കർത്താവ്, मृत्यु से जीवन की ओर ले चलने वाला वो प्रभु, ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് ക്ഷയിച്ചു പോയിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. वो परमेश्वर का सामर्थ आज भी कम नहीं हुआ है, ये बात को हमें याद रखना है। ധൈര്യമായിരിക്കുക, ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. हम बड़े धीरज के साथ हमें बैठना है, क्योंकि ऐसी एक समय के लिए प्रभु ने हमें बुलाया हुआ है। ദൈവത്തിന്റെ നിത്യമായ പ്ലാനിൽപ്പെട്ടതാണ്. वो परमेश्वर की अनंत योजना में प्रभु ने पहले से बना कर रखे हुए हैं, പക്ഷെ നമുക്ക് എടുക്കാനുള്ള ആയുധം ഇതാണ്, ഉപവാസവും പ്രാർത്ഥനയും. परंतु हम जो हथियार को उठाना है वो यह है, उपवास और प्रार्थनाओं को करें। ഉപവാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അധികാരികളുടെ ഉറക്കം കെടുത്തി ചരിത്രത്തെ തിരുത്തി എഴുതും ദൈവം. और उपवास और प्रार्थना करने के समय में अधिकारियों का नींद को हटाकर हमारे लिए इतिहास के आज्ञाओं को बदल कर लिखने वाला परमेश्वर है। ഇതാ കഴുകുമരത്തിൽ തൂക്കിക്കൊല്ലുവാൻ ആഗ്രഹിച്ച മോർദെഖായി രാജ്യത്തിന്റെ രണ്ടാമനായി ഉയർന്നു വരികയാണ്. और देखिए यहाँ पर मर्देकाई को जिसे फांसी के फंदे में डालकर मार देने के लिए जो सोच रखे थे, इस प्रकार राज्य के दूसरी पदवी में वो पहुंच जाता है। യഹൂദ ജാതിയെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചവൻ ഭ്രമിച്ചുപോയി, അവരെ നശിപ്പിച്ചു കളഞ്ഞു. और यहूदा के जो लोग हैं या यहूदी लोग हैं, उनको जो नष्ट करने के लिए सोच रखे हुए थे, वे सब
डर गए, विचलित हो गए, किस प्रकार प्रभु ने उनको वहां से बचाया। ദൈവം നിശ്ചയിച്ചതിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിയും ഇന്നുവരെയും സാധിച്ചിട്ടില്ല. परमेश्वर ने जो सोच रखा है उसमें से हटाने के लिए दुनिया का एक भी ताकत को आज तक ऐसे हुआ नहीं है। ഒരു ഭരണാധികാരിക്ക് നടക്കത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. कोई भी राज करने वाले अधिकारी आज तक ऐसे कर नहीं पाया है। നാം അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ. ദൈവത്തിൽ മുട്ടുമടക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. വിജയം നമുക്കുള്ളതാണ്. और आज हम सामना करने वाले विषयों के प्रति एक ही एक उपाय है, उपवास करना है, प्रार्थना करना है। प्रभु हमारे लिए कार्य करता है। നാം എല്ലാവരും ഈ നാളുകളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് ഛത്തീസ്ഗഡില് മാർച്ച് 1-ാം തീയതി സംഭവിക്കാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. हम सब पिछले दिनों से कई विषयों के लिए या छत्तीसगढ़ में मार्च 1 तारीख को होने वाली घटना के प्रति हम कुछ बातों के प्रति विचार कर रहे हैं। അധിക ദിവസങ്ങളില്ലെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. आमीन। ज्यादा दिन वहां पर हमारे लिए नहीं है, परंतु परमेश्वर को कार्य करने के लिए पर्याप्त समय है। അതിന് സ്ഥാനമാനങ്ങൾ നോക്കാതെ, ഡിനോമിനേഷൻ നോക്കാതെ നമുക്കെല്ലാം ഒന്നിക്കേണ്ട സമയമാണിത്. और इसीलिए कोई भी प्रकार की पदवी को ना देखते हुए या संस्थाओं को ना देखते हुए हम सब लोग इकट्ठे आने का समय आया है। വേറൊരിടത്ത് സംഭവിക്കാൻ പോകുന്നതാണല്ലോ എന്ന് ചിന്തിച്ച് മറ്റ് സ്റ്റേറ്റുകാര്, മറ്റ് സ്ഥലക്കാര് മൗനമായിരിക്കണ്ട. और दूसरी एक राज्य में हो रहा है सोचकर अन्य राज्य के लोग इसके प्रति शांत ना रहे। ഓരോ സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ച് വിജയം കണ്ടെത്തുന്നെങ്കിൽ അത് അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് വരും. और एक एक स्थानों में, एक एक राज्यों में वे लोग इस प्रकार उसकी परीक्षा करते हुए यदि उसको उसमें सफलता मिलती है तो वे अगले राज्य की और भी उसकी कार्यों को बढ़ाएंगे। അങ്ങനെയെങ്കിൽ ഒരു ദൈവിക ഇടപെടലാണ് നമുക്ക് ആവശ്യം. ऐसा है तो परमेश्वर के एक बड़ा कार्य को हम उसी के लिए चाहना है और हमारे लिए आवश्यक है। ആ ദൈവിക ഇടപെടലിന് ആവശ്യം നമ്മളുടെ, എന്റെയും നിങ്ങളുടെയും സമർപ്പണത്തോടെയുള്ള ഉപവാസവും പ്രാർത്ഥനയുമാണ്. और परमेश्वर यदि उस कार्य के प्रति कुछ करना है तो हम और आप एक समर्पण के साथ उपवास और प्रार्थना में रहना जरूरी है। ആ ഉപവാസത്തെയും പ്രാർത്ഥനയും ഈ ഭാരതത്തിലെ ക്രിസ്ത്യാനിയുടെ ചരിത്രത്തെ മാറ്റി എഴുതിക്കുവാൻ ദൈവം നിശ്ചയിച്ചെങ്കിൽ നാം മൗനമായിരിക്കരുത്. और उपवास और प्रार्थना के द्वारा भारत के मसीहों के आमीन इतिहास को बदलने के लिए परमेश्वर ने एक निर्णय लिया है, तो हम उपवास और प्रार्थना से दूर ना रहे। അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, എന്റെ പ്രാണനെ കുറിച്ച് ഞാൻ പേടിക്കുന്നില്ല, എന്നിൽ ദൈവം സമർപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിവർത്തിക്കണമെന്നേ ഉള്ളൂ. और प्रेरित पौलुस इस प्रकार कहता है कि मैं अपनी जान के प्रति थोड़ा सा भी भय नहीं रखता हूं, परंतु प्रभु ने जो मेरी सेवकाई को सौंपा है उसे पूरा करना यही मेरा लक्ष्य है। ഈ കാലത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ദൈവമക്കളായിരിക്കുന്നത്, സുവിശേഷകരായിരിക്കുന്നത്. और ऐसी एक समय के लिए हम और आप प्रभु के बच्चे बनकर रहते हैं और प्रभु की सेवक और सेविकाएं बनकर कार्य कर रहे हैं। ദൈവം യേശു കർത്താവ് കൊടുത്ത വില ചെറുതല്ല. और कलीसिया के लिए, मसीहों के लिए जो यीशु मसीह ने जो दाम चुकाया है वो कम नहीं है। എസ്തേറിന്റെ പുസ്തകത്തിലെ ചരിത്രത്തിൽ അവർ കൊടുത്ത വില ചെറുതല്ല. यस्तर की पुस्तक में जो इतिहास है उसमें उन्होंने जो कीमत उसके लिए चुकाया वो कम नहीं है। അവർക്കതിൽ വിജയം കണ്ടെത്തുവാൻ സാധിച്ചെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തി ഇന്നും ക്ഷയിച്ചു പോയിട്ടില്ല. और उन्होंने ऐसे कार्य करते हुए उस कार्य के प्रति विजय को अपने जीवन में उन्होंने हासिल किया, तो आज के तारीख में भी प्रभु का कार्यों में कोई भी कमी नहीं हुआ है। ഒരു റെക്കമെൻഡേഷനും ഒരു അധികാരികളുടെയും മുന്നിൽ ചെന്ന് തലവണക്കുവാനില്ലാതെ വണ്ണം ദൈവസല്യ മുട്ടുകൾ മടക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുന്നു. कोई सिफारिश के बिना या कोई अधिकारी के सामने जाकर घुटने टेकने के आमीन उससे भी बढ़कर प्रभु के पास यदि हम घुटने टेक कर प्रभु से हमारे विषयों को कहते हैं तो प्रभु हमारे लिए उसके कार्य को करेगा। ഏതെങ്കിലും ഏരിയയിൽ അവഗണന അനുഭവിക്കുന്നു നമ്മൾ ആരെങ്കിലും ചിന്തിച്ച് നിരാശപ്പെടുന്നുവെങ്കിൽ
എല്ലാ മനുഷ്യരും എന്നെയും നിങ്ങളെ അവഗണിച്ചാലും നമ്മെ അവഗണിക്കാത്തൊരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. किसी भी क्षेत्र में किसी भी तरह से लोग हमको नजरअंदाज कर रहे हैं, ऐसे हम यदि अपने जीवन में अनुभव कर रहे हैं तो हमें ये बात को याद रखना है कि परमेश्वर कभी हमारे साथ ऐसे व्यवहार नहीं करता। प्रभु हमारे हर कार्यों के प्रति उत्तर देने वाला परमेश्वर है। ആ വിവിധ നിലയില് നിരാശപ്പെടുന്ന ഒരു കൂട്ടത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. अलग अलग रीति से निराश होने वाले एक समूह को हम देखते आ रहे हैं। ചിലർ പറയും ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും ഒരു റിസൾട്ട് കാണാൻ സാധിക്കുന്നില്ലല്ലോ പാസ്റ്ററെ. कई लोग ऐसे बोलते रहते हैं कि इतना प्रार्थना करते हुए इतना सब कुछ करने के बावजूद भी कोई भी प्रकार का उत्तर को या नतीजे को हम नहीं देख पा रहे हैं। എന്തോ ചെയ്താലും ഒരു അപ്രീസിയേഷൻ ഇല്ല നമ്മുടെ ചിന്തയിൽ. और हम कितना भी कुछ करते हैं, लोग उसके विषय में एक प्रोत्साहन के शब्द को भी नहीं कहता है। നമ്മുടെ ഭാരതത്തിന് വേണ്ടി ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത കോൺട്രിബ്യൂഷന്റെ കണക്കെടുത്താൽ ഇന്നത്തെ തലമുറയ്ക്ക് അതിന്റെ ചരിത്രം അറിഞ്ഞുകൂടാ. और हमारे भारत देश के लिए मसीह मिशनरियों ने जो जो योगदान इस देश के लिए किया है, उसकी यदि आंकड़ा लिया जाए तो आज की जो पीढ़ी है उसके बारे में, वो इतिहास के बारे में कुछ नहीं जानता है। നഗ്നരായ മനുഷ്യരെ തുണി ഉടുക്കാൻ പഠിപ്പിച്ചത്, और आमीन बिना वस्त्र के पड़े रहने वाले लोगों को कैसे कपड़ा पहनने के लिए सिखाया। അക്ഷരാഭ്യാസം ഇല്ലാത്തവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഉന്നതന്മാരാക്കിയത്, बिना पढ़े लिखे हुए लोगों को जो है आमीन शिक्षा देकर कैसे उनको अच्छे उच्च पदवी में ले चला है। ആതുര സേവനങ്ങളിലൂടെ ജനത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നത്, और समाज सेवा करते हुए कैसे लोगों को सामाजिक स्तर पर आगे की ओर लेकर आए हैं। മെഡിക്കൽ ഫീൽഡിൽ അവർ കൊണ്ടുവന്ന ഡെവലപ്മെന്റ്, और स्वास्थ्य के क्षेत्र में किस प्रकार के फेरबदल को और आमीन बड़ी सी एक कार्यों को उन्होंने अपने जीवन से किया है। പ്രിന്റിംഗ് ടെക്നോളജി കൊണ്ടുവന്നത്, और किस प्रकार प्रिंटिंग के कार्य में उन्होंने कार्यों को और टेक्नोलॉजी को लेकर आए हैं। അനേക ഭാഷകളിൽ ഗ്രാമർ ഉണ്ടാക്കിയത്, ലിപികൾ ഉണ്ടാക്കിയത്, अनेक भाषा में व्याकरण को उन्होंने बनाए, अक्षरों को उन्होंने बनाए। അനേക ഭാഷകൾക്ക് ലെറ്ററുകളില്ലായിരുന്നു, ലിപികളില്ലായിരുന്നു. അനേക ഭാഷകൾക്ക് ലിപി ഉണ്ടാക്കി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. और अनेक भाषा में आज की तारीख में भी उनकी खुद की अक्षर नहीं होते हैं, उनको अक्षर बनाकर दिया और आज भी वो कार्य जारी हैं। ഇന്ന് കാണുന്ന അഭിമാനകരമായ ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുവാൻ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത കോൺട്രിബ്യൂഷൻ വലുതാണ്. അവരവരുടെ ജീവനെ ഇവിടെ ബലി കഴിക്കുവാനായിട്ടിടയായി. आज देखने वाले बड़े सामर्थी और बड़े आमीन अभिमान के रूप में देखने वाले देश को किस प्रकार मसीह जो मिशनरियों ने अपना योगदान को देकर इतना तक लाया है, वो लोग ध्यान नहीं देते हैं। പ്രൈസ് ദി ലോർഡ്. നന്ദി കെട്ട ഈ മനുഷ്യരെ പ്രൈസ് ദി ലോർഡ് എല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് ക്രിസ്ത്യൻസിന് എതിരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. और आमीन धन्यवाद रहित लोग सब कुछ पाने के बाद आज देखिए मसीहों के विरोध में अपनी योजनाओं को बना रहे हैं। എന്നാൽ ഇതിനെല്ലാം എണ്ണി അക്കൗണ്ടബിലിറ്റിയുള്ളതാണ്. എണ്ണി കണക്ക് പറയേണ്ടി വരും. परंतु इन सब के लिए एक लेखा प्रभु के पास देना पड़ेगा और एक एक को उसका लेखा उसको देना जरूरी है। മനസ്സോടെ അല്ലെങ്കിലും യേശുവിനെ കൊല്ലുവാൻ ക്രൂശിക്കാൻ ഏൽപ്പിച്ച പ്രൈസ് ദി ലോർഡ് പീലാത്തോസ് ആത്മഹത്യ ചെയ്യായിരുന്നു. और मन से नहीं तो भी यीशु मसीह को मरवा डालने के लिए आमीन उस अधिकार को दिया हुआ जो पिलातोस हैं, वो अपने अंत खुदकुशी कर कर उसको मरना पड़ा। 30 വെള്ളിക്കാശ് വാങ്ങിച്ച് ഒറ്റക്കെടുത്തവൻ തൂങ്ങിച്ചത്തു. और 30 चांदी के सिक्के को लेकर यीशु मसीह को धोखे से दिया हुआ वो शिष्य जो था, वो भी अपने फांसी देकर अपने जान को दे दिया। അവന്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറയുടെ മേലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങിയവരുടെ ചരിത്രം നമുക്ക് വായിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ അവർ പീഡിപ്പിക്കപ്പെട്ടു.
और उनके आमीन जो उनका लहू का जो कीमत है या उनका लहू की जिम्मेदारी जो है हम और हमारी पीढ़ी के ऊपर होने दो, ऐसे बोलकर स्वीकार किए हुए ऐसे लोगों का चरित्र या इतिहास को हम देखेंगे तो वे लोग कितने भयानक रीति से पीड़ित होकर मारे गए हैं। അറിവോടോ അറിവ് കൂടാതെയോ ഇന്നും അത് ആവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് അവരോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ, മുള്ളിനെതിരെ ഉதைക്കുന്നത് ഉചിതമല്ല. और यदि वो जानकर हो या अनजान से हो, यदि वो कार्यों को फिर से दोहराना चाहता है तो उनको हम एक ही एक बात कह सकते हैं कि कांटे के विरोध में कार्य करना वो आपके लिए भला ना हो। ഈ കാലഘട്ടത്തിന്റെ അവസ്ഥയെ മനസ്സിലാക്കാതല്ലോ ദൈവം ഈ നാട്ടിലേക്ക് നമ്മളെ ഓർഡൈൻ ചെയ്തേക്കുന്നത്. और ये जमाने में होने वाली कार्यों को ना समझते हुए नहीं है ना कि प्रभु ने हमें यहाँ पर कार्यों के लिए, हमें सेवा के लिए प्रभु ने हमें चुना है। ഈ കാലഘട്ടത്തിലേക്ക് തന്നെയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതെങ്കിൽ നാം സ്ഥിരതയോടെ നിൽക്കുമ്പോൾ, ഒന്നിച്ചു നിൽക്കുമ്പോൾ, ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നിച്ചു ഉപവസിക്കുമ്പോൾ ദൈവജനത്തിന്റെ ചരിത്രത്തെ അവൻ മാറ്റി എഴുതും. और इस समय के लिए ऐसे एक घटना को सामना करने के लिए प्रभु ने हम और आपको नियुक्त किया है, प्रभु के सेवा में हमें ठहराया है, तो परमेश्वर का सही समय पर प्रभु हमारे लिए कार्य करेगा, प्रभु हमको छुटकारा और उसमें से एक मुक्ति हमको देगा। പലപ്പോഴും പീഡന അനുഭവിക്കുന്ന ക്രിസ്തീയ ജനത്തെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ജയിലിൽ കിടക്കുന്നവരെ ഓർക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര വലുതാണെന്ന്. और कई बार ऐसे पीड़ा अनुभव करने वाले, जेल में बंद रहने वाले ऐसे प्रभु के दास दासियों को जब मैं याद करता हूँ और उनके लिए जब प्रार्थना में रहता हूँ, मैं ऐसे सोचता हूँ कि उनके लिए जो प्रतिफल प्रभु स्वर्ग में रखा होगा वो कितना बेहतर होगा। അതിന് കാരണക്കാരായവരുടെ ഓർക്കുമ്പോൾ സഹതാപമാണ്. അവരും അവരുടെ തലമുറകളും അനുഭവിക്കാൻ പോകുന്ന ഭ്രാന്തമായ കഠിനകരമായ ശിക്ഷ എത്ര വലുതായിരിക്കും. और उसके लिए कारण के रूप में जो भी लोग उसके पीछे काम करते हैं उनके प्रति मैं जब सोचता हूँ, मैं ऐसे सोच रहा हूँ कि उनका जो पीड़ा और उनका जो जो दंड है वो कितना भयानक होगा। നീ ഏത് വിത്ത് വിതയ്ക്കുന്നുവോ അതിന്റെ ഫലം നീ കൊയ്യും. और आप जो बीज बोएंगे उसका फल को आप काटेंगे। നീ ഏത് കുഴി കുഴിക്കുന്നുവോ ആ കുഴിയിൽ നീ തന്നെ വീഴും. आप जो खड्डा खोदते हैं उसी खड्डे में आप गिरने पाएंगे। നീ എത്രമാത്രം വലിയ കഴിവുമരം ഉണ്ടാക്കുന്നുവോ ആ കഴിവുമരത്തിൽ നീ തന്നെ തൂങ്ങും. और जो तू कितना बड़ा फांसी का फंदे को तू तैयार करे उसी फांसी के फंदे में तू फंस जाएगा। കാരണം വിടുവിക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. कारण यह है क्योंकि उसमें से छुटकारा दिलाने वाला वो परमेश्वर की सेवा हम और आप करते हैं। പൗലോസും ശീലാസും ജയിലിൽ അടക്കപ്പെട്ട് കാവൽ നിന്ന് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി. और पौलुस और सीलास जब कारागृह में बंद था, उस कारागृह को देखभाल करने वाला जो जेलर है वो उद्धार के अनुभव में आ गया। ദാനിയേലിനെ ചതിച്ച് സിംഹക്കുഴിയിൽ ഇട്ടെങ്കിൽ അതിന് കാരണക്കാരായവരുടെ തലമുറകളുടെ കുപ്പക്കുന്നായി തീരുവാനിടയായി. और डैनियल को धोखे से फंसाकर यदि सिंह की मांद में डाल दिया गया तो उसका कारण के रूप में जो भी लोग उसके पीछे कार्य किए थे उनकी पीढ़ी को एक घूरे के रूप में नष्ट करने की हालत में उनको ले गया था। ശദ്രക്ക് മേശയ്ക്ക് അബേദ്നെഗോവിനെ തീയിലിടുവാൻ കാരണക്കാരുടെ വീടുകൾ നശിപ്പിച്ചു കളഞ്ഞു. शद्रक मेशक अबेदनगो को जिस प्रकार आग में डाला गया था उसके पीछे जो लोगों ने कार्य किया उनको वे नष्ट किए थे। എന്നെ കേൾക്കുന്ന ദൈവത്തിലെ ഈ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കുവാൻ ദൈവം കാലങ്ങളായി പ്ലാൻ ചെയ്തതായിരുന്നു. അതുകൊണ്ടാണ് മൊർദെഖായി പറഞ്ഞത്, ഇങ്ങനെ ഒരു കാലത്തിലേക്കല്ലയോ നീ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്.
मुझे सुनने वाले प्रिय लोगों, ऐसे वाणी को सुनाने के लिए परमेश्वर पहले से ही तय रखा हुआ है। इसलिए मोर्देकाई एस्तेर से कहता है कि ऐसा ही एक समय के लिए परमेश्वर ने हमें बुलाया है। ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇന്ന് എന്റെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. और परमेश्वर हमसे प्रेम करते हैं और हमारे प्रति प्रभु की योजनाएं हैं, इसलिए आज ये शब्द को, वचन को आप सुन रहे हैं। ഇന്ന് നീ മാനസാന്തരപ്പെടാൻ തയ്യാറായാൽ, ഇന്നൊരു പുതിയ തീരുമാനം എടുക്കാൻ തയ്യാറായാൽ, ഇന്ന് ഉപവസിക്കാൻ തയ്യാറായാൽ, ഈ യേശുവിനെ പിൻപറ്റാൻ തയ്യാറായാൽ, നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ ദൈവം മാറ്റിയെഴുതും. आज हम उपवास करने के लिए, मन फिराने के लिए, परमेश्वर के कार्यों में फिर से पुनर्शामिल होने के लिए हम तैयार हो जाएंगे, तो आज हमारा इतिहास बदलने के लिए प्रभु तैयार है। ഇതൊന്നും ചെയ്തില്ലെങ്കിലും കർത്താവിനും അവന്റെ ശിഷ്യന്മാർക്കും എതിരാകാതിരുന്നാൽ ഒരു പക്ഷേ നീ സംരക്ഷിക്കപ്പെടും. और ये कुछ भी हम ना करें, कम से कम परमेश्वर और उसके चेलों के विरोध में आप काम ना करते हैं, तो हो सकता है कि शायद आपके जीवन में परमेश्वर आपको रहम करे। കഴിഞ്ഞ നാളുകളിലെ ചരിത്രം അതാ നമ്മോട് വിളിച്ചു പറയുന്നത്. पिछले समयों की इतिहास जो है यही हमको सिखाता है। സുബോധമുള്ള ചരിത്രം അറിയാവുന്ന ഒരു മനുഷ്യനും യഹൂദ ജാതിക്കും ക്രിസ്ത്യാനികൾക്കും എതിരായി വരത്തില്ല. और जो लोग अच्छे होश को रखते हैं और जो लोग इतिहास को जानते हैं, वे कोई भी यहूदी मत के लोगों के प्रति कोई काम को नहीं करते हैं। ഇന്ന് ഈ ടിവിയിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരിക്കുന്ന വിഷയമാണ് ഇന്നത്തെ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. आज आमेन, टीवी में हो या सोशल मीडिया में हो या कहीं पर भी हो, बड़ी चर्चा का विषय बना है जो आज इजराइल के लोग सामना करने वाली सारी बातें जो हैं। അവരെ വിജയോത്സവമായി നടത്തുന്ന ദൈവം ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മൗനമായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? और उन्हें बड़े बड़े सामर्थ्य रूप से विजय की ओर से प्रभु ले चलता है, तो आप क्या सोचते हैं कि भारत के आमीन मसीहों के विरोध में जब लोग काम करेंगे, क्या प्रभु शांत बैठने वाला है? നമ്മുടെ ഓരോരുത്തരുടെയും തലമുടിക്ക് ആ നമ്പറിട്ട് സൂക്ഷിക്കുന്നവനായ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെയും ഒരു നിത്യമായ പ്ലാൻ ഉണ്ടെന്നുള്ള കാര്യം മറന്നു കളയരുത്. हमारे आमीन सर के एक एक बालों को गिनती कर कर सुरक्षित रखने वाला परमेश्वर के प्रति हमें याद रखना है कि हमारे जीवन में हमारे आमीन सामने होने वाली हर एक बातों के अच्छा ज्ञान प्रभु को है और प्रभु उसके लिए हमारे प्रति कार्य को करेगा। ജീവനോ മരണമോ എന്തു വന്നാലും നാം ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ ഒരു സമർപ്പണം എടുക്കാം. जीवन या मृत्यु हमारे सामने जो कुछ भी आए, प्रभु के लिए खड़े रहने के लिए हम एक निर्णय को लेंगे। ഈ ഒരു കാലത്തിനായിട്ടാണ് നീ ദൈവവേദനായിരിക്കുന്നത്, സുവിശേഷനായിരിക്കുന്നത്, പാസ്റ്റർ ആയിരിക്കുന്നത്. और ऐसी एक कठिन समय के लिए हम प्रभु का दास दासी बनकर, प्रभु का सेवक सेविका बनकर हम अपने जीवन को बिता रहे हैं। ആ ദൈവത്തിന്റെ നിത്യതയിൽ തന്നെ പ്ലാൻ ചെയ്തു വെച്ചതാണ്. और परमेश्वर ने अपनी अनंतता में ये कार्यों को पहले से तय किया हुआ है। മാതാവും പിതാവും സഹോദരങ്ങളും ആരുമില്ലാത്ത എസ്തേറിനെ ആ രാജസ്ഥാനത്ത് കൊണ്ടുവന്നെങ്കിൽ എന്നെയും നിങ്ങളെയും ആ സ്ഥാനത്തേക്ക് ആക്കിയിരിക്കുന്നത് ദൈവത്തിന്റെ വലിയ പദ്ധതിയോടുകൂടിയ. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. माता पिता भाई बहन ना होने वाला एक एस्तेर को परमेश्वर ने उस राज्य के उस पदवी में उन तक पहुंचा सका, तो मुझको और आपको भी परमेश्वर ने स्थान में प्रभु के कार्य के लिए रखा है, तो उसके प्रति एक योजना है, ये बात को हम भूलना नहीं है। എന്നെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കാൻ ദൈവകരങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. मेरे प्रति परमेश्वर एक बड़ी योजना को रखते हैं, ऐसी विश्वास करने वाले लोग प्रभु को अपने हाथों को उठाकर धन्यवाद करे। ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. और इन वचनों के द्वारा परमेश्वर हम सबको आशीष दे। Praise the Lord. Hallelujah. Praise the Lord.